തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഷൊർണൂർ റൂട്ടിൽ മുള്ളൂർക്കര എന്ന സ്ഥലത്ത് നിന്നും വരവൂരിലേക്ക് പോകുന്ന റോഡിൽ മുള്ളൂർക്കരയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമ്മുടെ ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്താം. സ്വയംഭൂവാണ്. പാറകളാൽ ചുറ്റപ്പെട്ട ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഇരുനിലങ്കോട്ടപ്പൻ വസിക്കുന്നത്. ഇരുനിലങ്കോട്ടപ്പൻ സ്വയംഭൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷം തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി നാളിൽ കാവടിയാട്ടാണ്. അതുപോലെ തന്നെ കാവടിയാട്ടം എന്തുകൊണ്ടാണ് മഹാദേവ ക്ഷേത്രത്തിൽ എന്ന് ചോദിച്ചാൽ, ആദ്യം സ്വയംഭൂ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആദ്യം വേലാണ് കണ്ടത്. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കാവടിയാട്ടം ഉണ്ടായിരുന്നത്. അതിനുശേഷം രൂപത്തിന് വലിപ്പം വരുന്നതനുസരിച്ചാണ് ശിവശക്തിയാണ് എന്നുള്ളത് മനസ്സിലായത്, ശിവചൈതന്യം. പിന്നീട് അഷ്ടമംഗലി പ്രശ്നം വെച്ചപ്പോഴാണ് ശിവ വൈഷ്ണവ ശക്തിയുണ്ട്, അതുപോലെ തന്നെ ഭൂതഗണങ്ങൾ താഴെ വളർന്നു വരുന്നതും കാണാം. നമ്മൾ ക്ഷേത്രത്തിലെത്തി തൊഴുമ്പോൾ ആ സമയത്ത് കാണാം ഭഗവാന്റെ കാലിന് താഴെ ഭൂതഗണങ്ങളായിട്ടുള്ള രൂപങ്ങൾ അത് പറന്നു പോകുന്ന പറയുന്നത്. പിന്നീട് വീണ്ടും അതേപോലെ രൂപങ്ങൾ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നദാനം നടത്താം. അതുപോലെ തന്നെ നമുക്ക് ചന്ദനം ചാർത്ത് ഭഗവാന്റെ രൂപം മുഴുവനും അല്ലെങ്കിൽ മുഖം മാത്രമോ ചന്ദനം ചാർത്താം. അതുപോലെ നമുക്ക് ശ്വാസം മുട്ടലുണ്ടെന്നുണ്ടെങ്കിൽ കയറും പാളയും നമ്മൾ വഴിപാടായി സമർപ്പിക്കും. മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ തടയുന്നതിന് ചൂല്, പട്ടച്ചൂലുണ്ടല്ലോ, തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന ചൂല് നമ്മൾ വഴിപാടായി സമർപ്പിക്കും. അതുപോലെ നമുക്ക് കാലിൽ ആണി രോഗം അല്ലെങ്കിൽ മുള എന്നൊക്കെ പറയും, ആ രോഗം ഉള്ളവർക്ക് പപ്പടം ചവിട്ടലാണ് പ്രധാന വഴിപാട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അല്ലെങ്കിൽ ഒരു രൂപം മുഴുവനായോ നമുക്കിവിടെ വഴിപാടായി സമർപ്പിക്കാം. കൈകാൽ വേദന അല്ലെങ്കിൽ കഴുത്ത് വേദന ഇതിനൊക്കെ നമുക്ക് രൂപം സമർപ്പിക്കാം കേട്ടോ. അതൊക്കെ ഇവിടെ ഉണ്ട്. ആൾ രൂപമായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയും. അത് വെള്ളിയുടെ ഉണ്ട്, മരത്തിൻ്റെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇതനുസരിച്ച് ചെയ്യാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫലവൃക്ഷങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികൾ എന്താണ് ആദ്യം ഉണ്ടാകുന്നത് വെച്ചാൽ അത് നമ്മൾ ഭഗവാന് സമർപ്പിക്കും. ഇവിടെ അന്നദാനം നടത്തുന്നു. അതുപോലെ തന്നെ ശിവരാത്രിക്കും ഇവിടെ പ്രത്യേകത ഉണ്ട്. പാറയ്ക്ക് മുകളിൽ മുനിയറ ഉണ്ട്. അതുപോലെ തന്നെ പാറയുടെ മുകളിലേക്ക് കയറുന്ന ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് സർപ്പാരാധന ഉണ്ട്. അതുപോലെ ഇരുനിലങ്കോട്ടപ്പൻ സ്വയംഭൂ എന്ന് പറഞ്ഞു. ഇരുനിലങ്കോട്ടപ്പന് മൂക്കില്ല. അതിൻ്റെ ഒരു ഐതിഹ്യം എന്താ പറയുന്നത് വെച്ചാൽ, പുല്ല് ചെത്താനായിട്ട് കാട്ടിലേക്ക് പോയിരുന്ന ഒരു സ്ത്രീ മഴ പെയ്തപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ കയറി നിന്നു. അപ്പോൾ വെറുതെ നിൽക്കുന്ന സമയത്ത് അരിവാള് മുറിച്ച് കൂട്ടാനായിട്ട് പാറയുടെ മുകളിൽ ഉരച്ചപ്പോൾ രക്തം വന്നു എന്നാണ് പറയുന്നത്. അത് ഇരുനിലങ്കോട്ടപ്പൻ്റെ മൂക്ക് മുറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് ഐതിഹ്യം. ചന്ദനം ചാർത്തുന്ന സമയത്ത് മൂക്ക് നമുക്ക് ചന്ദനം കൊണ്ട് വെച്ചിട്ടാണ് ഇരുനിലങ്കോട്ടപ്പനെ അലങ്കരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ള രൂപത്തിലാണ് ഇരുനിലങ്കോട്ടപ്പനെ നമുക്ക് അപ്പോൾ കാണാനായിട്ട് കഴിയുക. ഇവിടെ അന്തേവാസി മന്ദിരമുണ്ട്. അന്തേവാസികൾ ധാരാളമുണ്ട്. അന്നദാനം വഴിപാടായി നടത്തുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വസ്ത്രദാനവും ഇവിടെ നടത്താനായിട്ട് കഴിയും.